Hi students, welcome to a lecture series of mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രീ ഫാളിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു, കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ലെക്ചറിൽ നമ്മളൊരു റൊട്ടേറ്റിംഗ് എർത്തുള്ള ഒരു ഓബ്ജക്റ്റിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, കോറിയോളിസ് ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാവുന്ന ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എർത്ത് എന്ന് പറയുന്ന റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. ഇറ്റ്സ് എ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ദാറ്റ് ഈസ് വൈ ദർ ഈസ് എ ഫിക്ടീഷ്യസ് ഫോഴ്സ്. ഫിക്ടീഷ്യസ് ഫോഴ്സ് ഈസ് എ സം ഓഫ് Coriolis and centrifugal force in a rotating frame of reference. So if you fix a frame attached to a rotating earth, there will be a fictitious force which is the sum of Coriolis and centrifugal force. So there will be some effect on the motion of the particle due to the Coriolis force on rotating earth. Okay, ഇതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു കോറിയോളിസ് ഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ഒരു റൊട്ടേറ്റിംഗ് സ്പിയർ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റൊട്ടേറ്റിംഗ് സ്പിയറിനെ ട്രാവൽ ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, സപ്പോസ് ഒരു റൊട്ടേറ്റിംഗ് സ്പിയറിൻ്റെ സർഫസിൽ ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി horizontally on the surface of the rotating sphere, then it will deflect sideways. The particle will deflect sideways due to the Coriolis force. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ, it will turn into a circular motion. That means if a particle is moving in straight line on a rotating sphere, and this straight line motion is converted into a circular motion due to the presence of Coriolis force. Okay. The effect of Coriolis force on rotating earth is that the surprising effect of Coriolis force is that the surprising effect of Coriolis force is that it deflects, it turns the straight line motion of a particle, of an object, or it may be a wind, it may be a river. റിവറിൻ്റെ മോഷൻ ആവാം, വിൻഡിൻ്റെ മോഷൻ ആയിരിക്കാം. that on a rotating straight line motion on rotating earth or rotating sphere, rotating earth or into a circular motion. അതായത് ഒരു സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് സ്പിയറിൽ, ഇപ്പോൾ നമ്മളൊരു റൊട്ടേറ്റിംഗ് സ്പിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ റൊട്ടേറ്റിംഗ് സ്പിയറിൽ സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്തിരുന്ന ഒരു ഒബ്ജക്റ്റ്, it will turn into a circular motion due to the presence of Coriolis force. How? ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അത് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും നമുക്കത് അനലൈസ് ചെയ്യണം. എങ്ങനെയാണ് ഈ സർക്കുലർ മോഷൻ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു റൊട്ടേറ്റിംഗ് സ്പിയർ കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് എർത്ത് തന്നെ, അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് സ്പിയർ എന്ന് ജനറലി നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് റൊട്ടേറ്റിംഗ് സ്പിയർ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ. ദാറ്റ് മീൻസ് that sphere is rotating in this manner. So this thumb will represent this. ഈ ഫിംഗറിൻ്റെ ഡയറക്ഷനിലാണ് സ്പിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തമ്പ്
represents the direction of omega. So omega is acting in this direction. Okay. നമ്മൾ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. എർത്തിൻ്റെ സർഫസിൽ അറ്റ് എ ലാറ്റിറ്റ്യൂഡ് ലാംഡയാണ്. ഈ ആംഗിൾ ലാംഡയാണ്. റൊട്ടേറ്റിംഗ് സ്പിയർ അല്ലെങ്കിൽ ഒരു എർത്തിൽ ഒരു ലാറ്റിറ്റ്യൂഡ് ലാംഡ ഉള്ള സ്ഥലത്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഒരു പാർട്ടിക്കിൾ ആ സർഫസിൽ ഈ റൊട്ടേറ്റിംഗ് സ്പിയറിൽ നിങ്ങൾക്കൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യാം. ആ പാർട്ടിക്കിൾ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ സർഫസിൽ മൂവ് ചെയ്യുന്നുണ്ട്. എർത്ത് സർഫസിൽ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒമേഗ വെക്ടറിനെ ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഒമേഗ വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. സോ ഈ ഡയറക്ഷൻ നമുക്ക് ഇതിനെ വെർട്ടിക്കൽ ഡയറക്ഷനായിട്ട് എർത്ത് സർഫസിൻ്റെ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്പിയറിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനാണ് ഇത്. ഈ പോയിന്റിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ. സോ ഈ ആംഗിൾ ലാംഡയാണ്. അപ്പോൾ ഇത് 90 മൈനസ് ലാംഡയാണ്. സോ ദിസ് ആംഗിൾ ഈസ് അഗെയിൻ ലാംഡ. ഓക്കെ. സോ ഞാനിവിടെ ചെയ്യുന്നപ്പോൾ ഒമേഗ എന്ന് പറയുന്ന വെക്ടർ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനും ഇത് വെർട്ടിക്കൽ ഡയറക്ഷനുമാണ്. ക്ലിയർ ആവാൻ ഒന്നും കൂടി ഇവിടെ വരയ്ക്കുന്നു. ഒമേഗ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെ, ഈ ഡയറക്ഷനാണ് വെർട്ടിക്കൽ, ഈ ഡയറക്ഷൻ ഹൊറിസോണ്ടൽ. ഈ ആംഗിൾ ലാംഡ. ദിസ് ഈസ് ഒമേഗ. സോ ഈ ഒമേഗ എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. വൺ ഈസ് അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതർ ഈസ് അലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഒമേഗയുടെ കമ്പോണൻറ്റിനെ ഒമേഗ എച്ച് എന്നും വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഒമേഗയുടെ കമ്പോണൻറ്റിനെ ഒമേഗ വി എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം, കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം moving with a velocity on a rotating sphere at a latitude lambda. The angular velocity vector omega can be resolved into vertical and horizontal directions, vertical and horizontal components as shown in figure. This is omega h, this is omega v. So ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ്, ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് ആണ് നമ്മളുടെ ഒമേഗ എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് വെക്ടർ ഒമേഗ ഇസ് ഈക്വൽ ടു omega h, that means the component of omega along the horizontal direction plus omega v. ഇതിൻ്റെ ഈ ഒമേഗ എച്ചിൻ്റെയും ഒമേഗ വിയുടെയും റിസൾട്ടൻ്റ് ആണ് ഒമേഗ വി. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉള്ള കോറിയോളിസ് ഫോഴ്സ്, ഇങ്ങനെ ഒരു പാർട്ടിക്കിള് മാസ് എം ഉള്ള പാർട്ടിക്കിള് ഹൊറിസോണ്ടൽ റൊട്ടേറ്റിംഗ് സ്പിയറിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് നമ്മൾ എങ്ങനെ എഴുതാം? കോറിയോളിസ് ഫോഴ്സ് F Coriolis is equal to minus 2m omega cross v എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ?
ഒമേഗനെ ഒമേഗ എച്ച് പ്ലസ് ഒമേഗ വി എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? എഫ് കോറിയോളിസ് ഇസ് ഈക്വൽ ടു -2m ഒമേഗ എച്ച് ക്രോസ് വി -2m ഒമേഗ വി ക്രോസ് വി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒമേഗനെ ഒമേഗ എച്ച് പ്ലസ് ഒമേഗ വി എന്ന് എഴുതുമ്പോൾ 2 ടേം ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോറിയോളിസ് ഫോഴ്സിന് 2 ടേം ഉണ്ട്. ഒരു -2m ഒമേഗ എച്ച് ക്രോസ് വിയും -2m ഒമേഗ വി ക്രോസ് വി. നമുക്കൊരു കാര്യം നോക്കാം. ഒമേഗ എച്ചിന്റെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം. ഒമേഗ എച്ച് എന്ന് പറയുന്നത് ഇത് ഒമേഗ, ഇത് ഒമേഗ എച്ച്, ഇത് ഒമേഗ വി. ഒമേഗ എച്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനാണ്. ഒമേഗ വിയോ വെർട്ടിക്കൽ കമ്പോണന്റ്. ക്ലിയർ? അതായത് എർത്തിന്റെ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് സ്പിയറിന്റെ സർഫസിലുള്ള ഒമേഗയുടെ കമ്പോണന്റ് ആണ് ഒമേഗ എച്ച്. സോ ഒമേഗ എച്ച് ഈസ് horizontal. That means it is on the surface of the sphere. And V is also, the particle is moving on the surface of the sphere. So V is also horizontal. V is also horizontal. ശരിയല്ലേ? അപ്പോൾ ഒമേഗയും ഒമേഗ എന്ന് പറയുന്ന വെക്ടറും വി എന്ന് പറയുന്ന ഒമേഗ എച്ച് എന്ന് പറയുന്ന വെക്ടറും, ഒമേഗ അല്ല ഒമേഗ എച്ച്, സോറി, ഒമേഗ എച്ച് ഈസ് ദ ഹൊറിസോണ്ടൽ. ഒമേഗ എച്ച് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ആണ്, തെറ്റി പറഞ്ഞാണ്. ഒമേഗ എച്ച്, ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ഒമേഗ, ദാറ്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. ആൻഡ് വി ഈസ് ഓൾസോ ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. സോ ഒമേഗ എച്ച് ക്രോസ് വി ഈസ് perpendicular to the surface of the sphere. Perpendicular to a surface, that means it is on the vertical direction. അപ്പോൾ ആ സ്പിയറിന് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും ഒമേഗ എച്ച് ക്രോസ് ബി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ -2m ഒമേഗ എച്ച് ക്രോസ് ബി എന്ന് പറയുന്നത് it has only the vertical component. This term has got only the vertical component. Or it has no horizontal component. That means നിങ്ങൾ കോറിയോളിസ് ഫോഴ്സിനെ F is equal to -2m ഒമേഗ ക്രോസ് വി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ that can be represented as -2m into ഒമേഗ എച്ച് ക്രോസ് വി -2m ഒമേഗ വി ക്രോസ് വി എന്ന് എഴുതുകയാണെങ്കിൽ ഈ ഒമേഗ എച്ച് ക്രോസ് വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവും, അലോങ് ദ വെർട്ടിക്കൽ ആയിരിക്കും. ദാറ്റ് മീൻസ് this term is the vertical component of or this term is solely due to vertical component of Coriolis force. Or കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എഴുതുകയാണെങ്കിൽ Coriolis force, the vertical component of Coriolis force is solely due to this term. So this term എന്തായിരിക്കും? This is the horizontal component of omega v vertical ആണ്. So this is the horizontal component of Coriolis force. Clear? That means this term can be represented as Fv and this term can be represented as Fh. So vector F is equal to vector Fv plus vector Fh. അതായത് എർത്തിന്റെ സർഫസിൽ അനുഭവപ്പെടുന്ന
ഹൊറിസോണ്ടൽ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ -2m ഒമേഗ വി ക്രോസ് വി ആണ്. സോ ദ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ്, horizontal component of Coriolis force FH is equal to -2m omega v cross v. നമ്മൾ റൊട്ടേറ്റിംഗ് സ്പിയറിൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്. ഇത് ലാംഡ, ഇത് ഒമേഗ, ഈ കമ്പോണന്റ് ഒമേഗ എച്ച്, ഈ കമ്പോണന്റ് ഒമേഗ വി. എർത്തിന്റെ സർഫസിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വി. ഓക്കെ, സോ ഒമേഗ വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ബിറ്റ്വീൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഒമേഗ വി ആൻഡ് വി? ഒമേഗ വി ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എ സർഫസ്. Okay, vertical component ആണ്. So angle between omega v and v is always 90 degree. So FH is equal to -2m v into omega v into sin 90. Magnitude ആണ് ഞാൻ എഴുതുന്നത്. Magnitude of FH is equal to 2m v omega v sin 90 എന്ന് വരും. That is equal to 2m v omega v എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. So the horizontal component of Coriolis force is 2m v omega v എന്ന് എഴുതാം. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്തത് ഇങ്ങനെയാണ്. ഒമേഗ എച്ചും ഒമേഗ വി ആണ്. ദിസ് ഈസ് ഒമേഗ എച്ച്, ദിസ് ഈസ് ഒമേഗ വി, ദിസ് ഈസ് ലാംഡ, this is omega. So omega v, omega h is omega cos lambda ആണ്. omega v എന്ന് പറയുന്നത് ഒമേഗ സൈൻ ലാംഡ ആണ്. ആംഗുലർ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഒമേഗ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2mv ഒമേഗ ലാംഡ, ഒമേഗ സൈൻ ലാംഡ. So the horizontal component of Coriolis force is അതായത് എർത്തിന്റെ സർഫസിൽ അനുഭവപ്പെടുന്ന Coriolis force. Component of Coriolis force has the magnitude FH is equal to 2m omega v sin lambda. Okay. Equation number B എന്ന് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ എർത്തിന്റെ സർഫസ് ഒരു റിവർ ഫ്ലോ ചെയ്യുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ എർത്തിന്റെ ആംഗുലർ വെലോസിറ്റി എങ്ങനെയാണ്? ഇക്വേറ്റർ ഇങ്ങനെ വരയ്ക്കാം. ഇത് എർത്ത് സർഫസ് ആണ്. നോർത്ത് പോൾ ഇങ്ങനെയാണ് ഒമേഗയുടെ ഡയറക്ഷൻ വരിക. ഒമേഗ ഈസ് അലോങ് ദ നോർത്ത് പോൾ ഡയറക്ഷൻ ആയിരിക്കും. ഇത് സദേൺ ഹെമിസ്ഫിയർ ആണ്. സദേൺ ഹെമിസ്ഫിയർ ആൻഡ് ദിസ് ഈസ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ ഒരു റിവർ ഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ ഒരു വിൻഡ് ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഇവിടെ ആ സ്ഥലത്തെ വെലോസിറ്റി നമ്മൾ വി എന്ന്, വെക്റ്റർ വി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് വിൽ ബി FH is equal to 2m
ഒമേഗ വി സൈൻ ലാംഡയാണ്. നമുക്കറിയാം വി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, ഒമേഗ ആംഗുലർ വെലോസിറ്റിയാണ്, ലാംഡ എന്ന് പറയുന്നത് ആ സ്ഥലത്തെ ലാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, നമ്മൾ എഫ് എച്ചിൻ്റെ വെക്റ്റർ ഫോമിൽ എഫ് എച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? വെക്റ്റർ എഫ് എച്ച് ഇസ് ഈക്വൽ ടു -2m ഒമേഗ വി ക്രോസ് ബി എന്നാണ് എഴുതിയത്. അപ്പോൾ അതിന് പകരം -2m ഒമേഗ വി ഇൻറ്റു ബി ഇൻറ്റു സൈൻ 90 ഇൻറ്റു ഡയറക്ഷൻ എങ്ങനെ വരും? ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? ഒമേഗ വിയുടെ ഡയറക്ഷൻ നമ്മൾ എർത്തിൻ്റെ സർഫസ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ ഒരു പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനാണ് ഒമേഗ വി വരുന്നത്. നമ്മൾ ഇതിനെ ആർ ക്യാപ്പ്, ഈ ഡയറക്ഷനെ ആർ ക്യാപ്പ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. വി എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിച്ചോ, വി. സോ ഒമേഗ വിയും വിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒമേഗ വി എന്ന് പറയുന്നത് ഒമേഗ വി എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒമേഗ സൈൻ ലാംഡയാണ് വരിക. അതിൻ്റെ ഡയറക്ഷൻ ഈസ് along the unit vector r cap direction. So നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം -2m ഒമേഗ വി ഇൻറ്റു ബി ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ആർ ക്യാപ് ഡോട്ട് ക്രോസ് യൂണിറ്റ് വെക്റ്റർ വി ക്യാപ്. വിയുടെ യൂണിറ്റ് വെക്റ്റർ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഒമേഗ വി ഇൻറ്റു ആർ ക്രോസ് വെക്റ്റർ വി, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. ക്ലിയർ? ഓക്കെ. അല്ലെങ്കിൽ കുറച്ചും കൂടി വെക്റ്റർ വിനെ നമ്മൾ വി ക്യാപ് എന്ന് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒമേഗ വി ബി ഇൻറ്റു ആർ ക്രോസ് വി ക്യാപ് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ ഈ ഫിഗറിൽ ഇതാണ് ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക, ഇതാണ് വി ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. 90 ഡിഗ്രിയാണ് വരുന്നത്. ആർ ക്രോസ് വി ക്യാപ്പ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ആർ ആൻഡ് ഒമേഗ, ഇറ്റ് വിൽ ബി റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കുമ്പോൾ ആർ ക്രോസ് വി ക്യാപ്പ് എന്നുള്ള രൂപത്തിൽ നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ്? -2m ഒമേഗ വി വി ഇൻറ്റു ആർ ക്രോസ് ക്യൂ. അപ്പോൾ എൻ്റെ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഈസ് -r ക്രോസ് വി ക്യാപ് എന്നുള്ളതാണ് ഡയറക്ഷൻ വരും. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ഈ ഡയറക്ഷനിൽ വരും -r ക്രോസ് വി ക്യാപ്. അപ്പോൾ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് റിവർ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ലാംഡ ഇങ്ങനെയാണെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് എഫ് എച്ച് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. എഫ് എച്ച് വിൽ ബി പെർപെൻഡിക്കുലർ ടു vector v and omega v. So fh will be in this direction. Clear? അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ, നോർത്ത് ഡയറക്ഷനിലേക്ക് റിവർ ഫ്ലോ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ഡിഫ്ലക്റ്റ് സൈഡ് വേസ്, ഇറ്റ് വിൽ ഡിഫ്ലക്റ്റ് ടുവേർഡ്സ് റൈറ്റ്. റിവർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ deflect towards right due to Coriolis force. Okay, ആ എഫ് എച്ചിൻ്റെ വാല്യൂ -2m ഒമേഗ വി ആർ ക്രോസ് ബി വരുന്നതുകൊണ്ടാണ് -r ക്രോസ് ബി ഡയറക്ഷനാണ്. സോ ഇറ്റ് വിൽ ഡിഫ്ലക്റ്റ് ടുവേർഡ്സ് റൈറ്റ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന റിവർ ഈ ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഇനി സദേൺ ഹെമിസ്ഫിയറിൽ നിങ്ങൾ എടുക്കുക. സദേൺ ഹെമിസ്ഫിയറിലാവുമ്പോൾ അവിടെ ലാംഡ എന്ന് പറയുന്നത് നെഗറ്റീവ് വരും സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ the FH will be in the opposite direction. It will deflect towards left. Southern hemisphere it will deflect towards. Northern hemisphere it will deflect towards right. So അത് ആണ് horizontal component of Coriolis force. എപ്പോഴും വിക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. പക്ഷേ നോർത്തേൺ ഹെമിസ്ഫിയറിൽ it will be along the right direction. It will deflect towards right. The southern hemisphere it will deflect towards left. Clear? അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.
എർത്തിൻ്റെ എയർ ഫ്ലോ ഒക്കെ അതായത് അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഫ്ലോ ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ കോറിയോളിസ് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രധാന കോൺസിക്വൻസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിൻഡ് ഫ്ലോ എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റും, അതായത് ടുവേർഡ്സ് നോർത്ത് പോളിലേക്ക് ഒരു വിൻഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിവറും നോർത്ത് ഡയറക്ഷനിലേക്ക്, എർത്തിൻ്റെ സർഫസിന് നോർത്ത് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിൻ്റെ റൈറ്റ് ബാങ്കുകൾ കൂടുതൽ ഇറോഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. റൈറ്റ് ബാങ്കുകൾ ഇറോഡ് ചെയ്യാൻ കാരണം അതിന് ഒരു റൈറ്റ് സൈഡിലേക്കുള്ള ഡിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ റിവറിന് റൈറ്റ് സൈഡിലേക്ക് ഒരു കോറിയോളിസ് ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് ഡിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ് റൈറ്റ് ബാങ്കുകൾ ഇറോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഈ രീതിയിൽ ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റ് ബാങ്കുകൾ കൂടുതൽ ഇറോഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് കാരണം ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ എർത്ത് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നത്. ഇതേ ഇഫക്റ്റ് തന്നെ വെതർ സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്യുന്നതിലും വെതർ സിസ്റ്റത്തിലും, അതായത് വിൻഡ് പാറ്റേൺ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും വിൻഡ് പാറ്റേൺ, എസ്പെഷ്യലി സർക്കുലർ വിൻഡ് പാറ്റേൺസ് ഒക്കെ സർക്കുലർ വെതർ സിസ്റ്റംസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ ഒരു വിൻഡ് പാറ്റേണിൻ്റെ ബിഹേവിയർ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എയർ ഫ്ലോവും കോറിയോളിസ് ഫോഴ്സും തമ്മിലുള്ള കണക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എയർ ഫ്ലോയിൽ ഇൻവോൾവ് ചെയ്യുന്ന മറ്റ് ഫോഴ്സുകളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അത്തരം ഫോഴ്സുകളും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഒരു വെതർ സിസ്റ്റത്തിൽ എങ്ങനെ ഈ കോറിയോളിസ് ഫോഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അടുത്ത എക്സാമ്പിളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഇത്തരത്തിലുള്ള വെതർ സിസ്റ്റംസ് ആണ്. ഓക്കെ, so we are going to discuss the new example, weather systems. Weather systems. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിലെ എയർ പാർട്ടിക്കിൾസ് ഡിഫറെൻറ്റ് റീജിയനിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഹീറ്റ് ചെയ്യപ്പെടുക. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹീറ്റിംഗ് ഇഫക്റ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ഫ്ലോ എന്ന് പറയുന്നത് ഓരോ റീജിയനിലും, ചില റീജിയനിൽ ലോ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം, ചില റീജിയനിൽ ഹൈ പ്രഷർ റീജിയൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കുള്ള എയർ ഫ്ലോ ആണ് പലപ്പോഴും വിൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ വിൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിൻഡ്സ് ഫോം ചെയ്യുന്നത് പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. എയർ പാർട്ടിക്കിൾസുകളുടെ പ്രഷർ, എയർ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രഷർ ഓരോ റീജിയനിലും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഹൈയിൽ നിന്ന് ലോയിലേക്കുള്ളൊരു ഫ്ലോ കൊണ്ടാണ്, എയർ ഫ്ലോ കൊണ്ടാണ് വിൻഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ വിൻഡിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് അതാണ് വെതർ സിസ്റ്റത്തിനെയൊക്കെ വളരെയധികം കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യം. വെതർ പ്രഡിക്റ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കാറ്റിൻ്റെ സഞ്ചാരം നോക്കിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ലോ പ്രഷർ റീജിയൻ, അറ്റ്മോസ്ഫിയറിൽ ചില റീജിയൻ ലോ പ്രഷർ റീജിയൻ ജനറേറ്റ് ചെയ്യാം, ചില റീജിയൻ ഹൈ പ്രഷർ റീജിയൻ ആയിട്ട് ചെയ്യാം. കാരണം ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് എയർ ഉള്ളത് കൊണ്ടാണ്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് ചില റീജിയൻ ലോ പ്രഷർ റീജിയൻ ആയിട്ടും ചില റീജിയൻ ഹൈ പ്രഷർ റീജിയൻ ആയിട്ടും നമുക്ക് കിട്ടുന്നത്. സോ യു ക്യാൻ ഇമാജിൻ എ ലോ പ്രഷർ റീജിയൻ നമ്മൾ ഈ ത്രൂ ഔട്ട് ലെക്ചറിൽ ലോ പ്രഷർ റീജിയനെ ലോ എന്നുള്ള വേർഡ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഒരു ലോ പ്രഷർ റീജിയൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോവാണ്.
ഈ ഡോട്ടഡ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതൊക്കെ നമ്മൾ ഐസോബാർസുകളാണ്. ഐസോബാർസ് മീൻസ് കോൺസ്റ്റൻറ്റ് പ്രഷർ സർഫസുകളാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഐസോബാറുകളാണ് ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ലോ പ്രഷർ റീജിയൻ ആണ്. ഇങ്ങോട്ട് പോകും തോറും പ്രഷർ കൂടി വരുന്നു. അപ്പോൾ വി ഇമാജിൻ എ ലോ പ്രഷർ റീജിയൻ. ലോ പ്രഷർ റീജിയനിൽ നിങ്ങൾക്കറിയാം, ലോ പ്രഷർ റീജിയനിൽ എയർ ഫ്ലോ എപ്പോഴും ടുവേർഡ്സ് ദ ലോ പ്രഷർ റീജിയനിലായിരിക്കും. ഇങ്ങനെയായിരിക്കും എയർ ഫ്ലോ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോഴ്സ്, പ്രഷർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ, പ്രഷർ ഗ്രേഡിയൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ എയർ കോളത്തിലും അനുഭവപ്പെടുന്ന പ്രഷർ ഫോഴ്സ് ഒരു പ്രഷർ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഇവൻ എന്താ പറയുക, പാർട്ടിക്കിളുകൾ, എയർ പാർട്ടിക്കിൾസുകൾ മൂവ് ചെയ്യും. ഓക്കെ, സോ in low pressure region, there is a force on each element of the air due to the change in pressure or pressure gradient and hence wind would flow inward thereby quickly equalizing the pressure difference. അപ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് എയർ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അതിന് ഒരു ഇൻവേർഡ് ഫ്ലോ ഉണ്ടാവും. ഇത് ലോ പ്രഷർ റീജിയൻ ആണ്. അപ്പോൾ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് പ്രഷർ ഡിഫറൻസ് ഓരോ എലമെന്റിലും ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസിന്റെ അനുഭവം കൊണ്ട് തന്നെ ഓരോ എലമെന്റിൽ, ഇപ്പോൾ ഇവിടെയുള്ള എലമെന്റിന് ഉണ്ടാകുന്ന പ്രഷർ ആയിരിക്കില്ല ഈ എലമെന്റിൽ ഉണ്ടാകുന്ന പ്രഷർ. അപ്പോൾ ആ പ്രഷർ ഗ്രേഡിയന്റിന്റെ ഇഫക്റ്റ് കൊണ്ട് തന്നെ ഒരു ഇൻവേർഡ് ഫ്ലോ ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ഒരു ഇൻവേർഡ് ഫ്ലോ ഉണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ട് ഒരു ഇൻവേർഡ് ഫ്ലോ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. വേറെ തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ, വേറെ അതർ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും അവിടെ ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ലോ പ്രഷർ റീജിയനിലെ എയർ പാർട്ടിക്കിൾസിന്റെ ഫ്ലോ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ലോ പ്രഷർ ഇഫ് there is no other forces except the pressure difference. പ്രഷർ ഡിഫറൻസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, വേറെ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഇൻവേർഡ് ഡയറക്ഷനിലേക്ക് ലോ പ്രഷർ റീജിയനിലേക്കുള്ള ഒരു ഇൻവേർഡ് ഫ്ലോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഫോഴ്സിൻ്റെ സ്കെച്ച് എന്ന് പറയുന്നത്, ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ സ്കെച്ച് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫിഗർ എ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഹൈ പ്രഷർ റീജിയൻ ആണെങ്കിലോ, ഹൈ പ്രഷർ റീജിയനെയും ഈ രൂപത്തിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊരു ഹൈ പ്രഷർ റീജിയൻ ആണെന്ന് വിചാരിക്കുക. അതിന് ചുറ്റും നമ്മൾ കുറേ ഐസോബാർസ് റെപ്രസെൻറ്റ് ചെയ്യാണ്. അതായത് ഓരോ ഐസോബാറുകളും കോൺസ്റ്റൻറ്റ് പ്രഷറുകളുടെ സർഫസുകളാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഒരു ഔട്ട്വേർഡ് ഫ്ലോ ആണ് ഉണ്ടാവുക പ്രഷർ ഡിഫറൻസ് കൊണ്ട്. അപ്പോൾ ഒരു ഹൈ പ്രഷർ റീജിയനിലെ പാറ്റേൺ വിൽ ബി ലൈക്ക് ദിസ്. ഫിഗർ ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ദ ലോ പ്രഷർ റീജിയൻ, ദിസ് ഈസ് ദ ഹൈ പ്രഷർ റീജിയൻ. ഇക്വേഷൻ നമ്പർ ബി. വേറെ എക്സ്റ്റേണൽ ഫോഴ്സുകളൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ലോ പ്രഷർ റീജിയനിലും ഹൈ പ്രഷർ റീജിയനിലും ഉണ്ടാകുന്ന പാറ്റേൺ, എയർ ഫ്ലോൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എർത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ
അവിടെ കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. ഈ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ പാറ്റേണിന് വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് മീൻസ് ദ വിൻഡ് പാറ്റേൺ will be altered markedly by the Coriolis force. വളരെയധികം നിങ്ങൾക്ക് കാണത്തക്ക രീതിയിലുള്ള ചേഞ്ച് ഈ വിൻഡ് പാറ്റേണിൽ കോറിയോളിസ് ഫോഴ്സ് കൊണ്ടുണ്ടാവും. The wind pattern is markedly altered by the presence of Coriolis force. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലോ പ്രഷർ റീജിയൻ എടുക്കാം. എങ്ങനെയാണത് ഉണ്ടാവുന്നതെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ലോ പ്രഷർ റീജിയൻ നമുക്കറിയാം. ആ ലോ പ്രഷർ റീജിയന് ചുറ്റും ഐസോബാൾസ് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. ഇപ്പം സെൻറ്ററിലാണ് ലോവസ്റ്റ് പ്രഷർ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് അകന്നും തോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ പ്രഷർ ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇൻവേർഡ് ഫോഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എയർ ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്. ഈ പോയിന്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എയർ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഇത് എർത്ത് സിസ്റ്റമാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഈ കോറിയോളിസ് ഫോഴ്സ് കൊണ്ട് ഈ വിൻഡ് പാറ്റേൺ എന്ന് പറയുന്നത് എയർ പാർട്ടിക്കിളുകൾ എന്തുണ്ടാവും, എയർ സൈഡ് വേസ് ഡിഫ്ലക്റ്റ് ചെയ്യും. സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. ഈ വെലോസിറ്റി എയർ പാർട്ടിക്കിളുടെ വെലോസിറ്റി v ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. FH ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് കോറിയോളിസ് ഫോഴ്സ് ഓർ സിംപ്ലി F കോറിയോളിസ് എന്ന് എഴുതാം. ഈ പോയിന്റിലാവുമ്പോഴോ ഇത് ഇങ്ങനെയായിരിക്കും FH ആക്ട് ചെയ്യും, F കോറിയോളിസ്. ഈ പോയിന്റിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഈ പോയിന്റിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. കുറച്ചുകൂടി ക്ലിയർ ആവാൻ ഒന്നുകൂടി വരയ്ക്കാം. ഇപ്പം എന്താ സംഭവിക്കുന്നത്, ഇൻവേർഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഫ്ലോ ചെയ്തിരുന്ന ഈ വിൻഡ് പാറ്റേൺ മുഴുവൻ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇഫക്റ്റീവ്ലി എന്താ സംഭവിക്കുക, ഒരു ലോ പ്രഷർ റീജിയനിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു വിൻഡ് പാറ്റേൺ ജനറേറ്റ് ചെയ്യപ്പെടും. ഇൻ ഇഫക്റ്റിൽ അത് ഉണ്ടാവുക, ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വിൻഡ് ഫ്ലോ ചെയ്യും. കൗണ്ടർ ക്ലോക്ക് വൈസ് സർക്കുലർ pattern will be generated. ഈ സൈഡ് വേസ് ഡിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് സർക്കുലർ സിസ്റ്റംസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, സോ ദ റിസൾട്ട് ഈസ് ദാറ്റ്
wind circulates counterclockwise about the low pressure region, okay. So the result is that wind circulates counterclockwise about the low. ഒരു ഹൈ പ്രഷർ റീജിയൻ ആണെങ്കിൽ എന്ത് സെയിം ആർഗ്യുമെന്റ് ഹൈ പ്രഷർ റീജിയനിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. സെയിം ആർഗ്യുമെന്റ് നമ്മൾ ഹൈ പ്രഷർ റീജിയനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഹൈ പ്രഷർ റീജിയൻ ഇതാണെന്ന് വിചാരിക്കുക. അതിന് ചുറ്റും ഐസോബാർസ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഐസോബാർസ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സദേണിലല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇപ്പോൾ വിൻഡ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. വിൻഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഒമേഗ കോറിയോളിസ് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? കോറിയോളിസ് ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ. വി ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയപ്പോൾ ഒമേഗ ക്രോസ് ബിയും ആ ഡയറക്ഷനിൽ വന്നു. എഫ് കോറിയോളിസ് ഇങ്ങനെ വന്നു. എഫ് കോറിയോളിസ് വിൽ ബി ലൈക്ക് ദിസ്. എഫ് കോറിയോളിസ് നമുക്കിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇഫക്റ്റീവ്ലി എന്താ, ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള വിൻഡ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ഹൈ പ്രഷർ റീജിയന് ചുറ്റും ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള സർക്കുലർ വിൻഡ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ സദേൺ ഹൈ പ്രഷർ റീജിയനിൽ നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള സർക്കുലർ വെതർ സിസ്റ്റംസ് ജനറേറ്റഡ്. ലോ പ്രഷർ റീജിയനിൽ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസിലും ഹൈ പ്രഷർ റീജിയനിൽ ക്ലോക്ക് വൈസിലായിരിക്കും ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിങ്ങൾക്ക് ഇത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കാം. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. എത്രയാണ് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ, എത്രത്തോളം ഉണ്ട്, ആ ഡിഫ്ലക്ഷൻ വിൻഡ് വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് വിൻഡിൻ്റെ വെലോസിറ്റി നമുക്ക് എങ്ങനെ ഈ കോറിയോളിസ് ഫോഴ്സും ഇതേപോലുള്ള പ്രഷർ ഡിഫറൻസ് ഫോഴ്സും കണക്ട് ചെയ്തുകൊണ്ട് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ വിൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡിലുള്ള വിൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അടുത്ത ലെക്ചറിൽ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.